അപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് യാത്ര തുടരുകയാണ്. ചിത്രം വരച്ചും പ്രചരിപ്പിച്ചും SIR-ന് ആവേശമായി പ്രചാരണ പരിപാടികൾ. വോട്ടെടുപ്പിൽ പങ്കാളികളാകേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിയാണ് ക്യാമ്പയിൻ. മെഗാ കൈറ്റ് ഫെസ്റ്റിവലോടെ കോഴിക്കോട്ടെ പരിപാടികൾ നാളെ സമാപിക്കും. ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും ജനാധിപത്യവും നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ തുണികളിലെയും ചുമരുകളിലെയും ചായക്കൂട്ടുകൾ. വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഒരു വോട്ടറുടെ പേര് പോലും ഒഴിവാക്കപ്പെടില്ലെന്ന് ഉറപ്പാക്കുകയാണ്. ഭീമൻ പട്ടത്തിന്റെ ചെറുകളിൽ അവകാശ പ്രഖ്യാപനത്തിന്റെ മഷി പുരളുന്നു. 1000 വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന കോഴിക്കോട്ടെ മെഗാ കൈറ്റ് ഫെസ്റ്റിവൽ യുവജന ജനാധിപത്യ പ്രതീക്ഷകൾ പ്രകടമാക്കും. കൂടുതൽ അവയർനെസ് ബോധവൽക്കരണം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു കൈറ്റ് ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. So as you can see behind, ഈ കൈറ്റിൻ്റെ ആക്ച്വലി ടെയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് മേജർ പ്രിപ്പറേഷൻസ് വർക്ക് ഇന്ന് ചെയ്തിട്ടുണ്ട്. So many colleges, around 15 colleges have taken part in this, and around 700 students are expected to take part in the final Kite Festival Day on 1st of December. തെരഞ്ഞെടുപ്പ് വിഭാഗം, സ്വീപ് സെൽ, ഇലക്ട്രിക്കൽ ലിറ്ററസി ക്ലബ്ബ്, NSS, ജില്ലാ കളക്ടറുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്നിവയുടെ നേതൃത്വത്തിലാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ. എ ഡേ വിത്ത് BLO എന്ന പേരിൽ 4 ലക്ഷത്തോളം വോട്ടർമാരെ നേരിൽ കണ്ട് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകി. മൈ വോട്ട് മൈ പ്രൈഡ്. വോട്ട് തന്റെ അവകാശവും അഭിമാനവുമെന്ന് ഏറ്റുചൊല്ലിയ വിദ്യാർത്ഥികൾ നഗരമധ്യത്തിൽ ഭീമൻ ഡെമോക്രസി വാൾ തയ്യാറാക്കി. 15 കോളേജുകളിലെ 300ഓളം വളണ്ടിയർമാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. SIR-ന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. 100% വോട്ടർമാരെയും പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ജില്ലാ ഭരണവിഭാഗത്തിന്റെ ഭാഗത്ത് നടക്കുന്നത്. ആരെങ്കിലും പേര് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ചേർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഉദ്യമവുമായി ജില്ലാ ഭരണകൂടം മുന്നോട്ട് വരുന്നതെന്നുള്ള ശ്രദ്ധേയമായ കാര്യമാണ്. മിജേഷ് അമ്പടിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.